ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ 2026 വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കേരളം നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ് കേട്ടോ. അപ്പൊ എക്കണോമിക്സിൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ എക്കണോമിക്സ് ഇന്ത്യയിൽ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ ഇതിന്റെ NCERT-യും SCERT-യും പ്ലസ് ഇന്ന് ഞാൻ നമ്മുടെ PSC ബുള്ളറ്റിനും എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കൂടെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ SCERT-യിലും NCERT-യിലും ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാനതൊരു നോട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഫുൾ NCERT ആണ്. പിന്നെ ഇത് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് SCERT ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ SCERT NCERT നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെയും വിതരണത്തെയും ഉപഭോഗത്തെയും കുറിച്ചുള്ള പഠനം. ഓക്കെ, എന്താണ് നമ്മുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെയും വിതരണത്തെയും ഉപഭോഗത്തെയും കുറിച്ചുള്ള പഠനം കൈകാര്യം ചെയ്യുന്ന സാമൂഹിക ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതൊരു ഗ്രീക്ക് പദമായിട്ടുള്ള ഒയിക്കോമോണിയ, എന്താണ് ഓയിക്കണോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം കേട്ടോ. അതിൽ നിന്നാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആവിർഭവിച്ചിട്ടുള്ളത്. അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നതിന്റെ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗൃഹഭരണം എന്നാണ്. ഗൃഹഭരണം എന്നാണ്. എന്താണ് ഓയിക്കണോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗൃഹഭരണം എന്ന് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ എന്താണ് ശാസ്ത്രം, അതായത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് ഹെഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്ന് പറയുന്നത്. എന്താണ് ഹെഫ്നോളജി അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്ന് പറയപ്പെടുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ എക്കണോമിക്സിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ശാഖകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് രണ്ട് ശാഖകൾ? ഒന്ന് മാക്രോ എക്കണോമിക്സും പിന്നെ ഒന്ന് മൈക്രോ എക്കണോമിക്സും. എന്താണ് നമ്മുടെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. ഓക്കെ, എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് ഇതില് ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. NCERT-യിൽ കൊടുത്തിരിക്കുന്നതാണ്. ആരാണ്? ആദം സ്മിത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, ആദം സ്മിത്ത് അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ, അതായത് അർത്ഥശാസ്ത്രം, പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്താണ്? അർത്ഥശാസ്ത്രം, പൊളിറ്റിക്കൽ എക്കണോമി. എന്താണ് അർത്ഥശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കണോമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് ആദം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഓക്കെ, ഗ്ലാസ്ഗോ സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു ഇദ്ദേഹം. ഓക്കെ, അതുപോലെ തന്നെ തത്വചിന്തകൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ, 1776. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇത് തന്നിട്ട് ഇതിന്റെ എന്താണ് ഉപജ്ഞാതാവ് ആരാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? ഒന്നുകൂടെ വായിക്കാം. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ, 1776 ഈ വിഷയത്തിലെ ആദ്യത്തെ സമഗ്ര കൃതിയായിട്ട് വിലയിരുത്തപ്പെടും. ഓക്കെ, മാംസവിൽപ്പനക്കാരന്റെയോ വീഞ്ഞുണ്ടാക്കുന്നവന്റെയോ റൊട്ടി വിൽക്കുന്നവന്റെയോ ഔദാര്യം കൊണ്ടല്ല നമ്മൾ അത്താഴം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യ താല്പര്യങ്ങളോടുള്ള അനുഭവം കൊണ്ടാണ് നമ്മൾ നമ്മളെയാണ് അഭിമുഖീകരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? അവരുടെ മനുഷ്യത്തെയല്ല, മറിച്ച് അവരുടെ ആത്മപ്രീതിയെയാണ് നമ്മൾ നേരിടുന്നത്. അവരോട് നമ്മളെ ആവശ്യങ്ങളല്ല, അവർക്കുള്ള പ്രയോജനങ്ങളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെ കേന്ദ്ര തത്വമായ സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്താണ്? അപ്പോൾ അടുത്തൊരു ചോദ്യമായില്ലേ, എന്താണ് വെൽത്ത് ഓഫ് നേഷൻസ്? PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വെൽത്ത് ഓഫ് നേഷൻസിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അതും ആദം സ്മിത്ത് ആണ്. ഓക്കെ, ഫ്രാൻസിലെ ഫിസിയോക്രാറ്റുകളായിരുന്നു സ്മിത്തിന് മുമ്പ് അർത്ഥശാസ്ത്രത്തിലെ പ്രധാന ചിന്തകരെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് എന്താണ്? ആദം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്.
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് 1777 രചിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ വെൽത്ത് ഓഫ് നേഷൻസിന്റെ പ്രജ്ഞാതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ആളെ നമുക്കൊന്ന് നോക്കാം. അടുത്ത ആൾ ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ആരാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഓക്കെ, എന്താണ്? ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് 1883 ജനിച്ചത്. കേംബ്രിഡ്ജിലെ കിങ്സ് കോളേജിലായിരുന്നു കെയ്ൻസിന്റെ പഠനം. ഓക്കെ, പിന്നീട് ഇദ്ദേഹം ഇവിടുത്തെ ഡീൻ ആയിട്ട് നിയമിതനായി. ഉയർന്ന ബുദ്ധി വൈഭവം പ്രകടമാക്കിയ കെയ്ൻസ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വർഷങ്ങളിലെ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിൽ സജീവമായിരുന്നു. ഓക്കെ, എന്താണ് അടുത്ത അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളത്? എന്താണ്? എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ്. എന്താണ്? എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് 1919 എന്ന തന്റെ പുസ്തകത്തില് യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം അദ്ദേഹം പ്രവചിച്ചിരുന്നു. കെയ്ൻസ് രചിച്ച ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, 1936 ആരുടെയാണ്? അത് കെയ്ൻസിന്റെയാണ്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീനം സൃഷ്ടിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. വിദേശ നാണ്യത്തിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കാണുന്നതിലും അദ്ദേഹം പ്രാവീണ്യം പ്രകടിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഈ 2 കൃതികളും അദ്ദേഹം ജനിച്ച ഒരു വർഷവും മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ആരാണ്? അടുത്തത് മഹ്ലാനോബിസ് ആണ്. നമുക്ക് നമ്മുടെ ഇത് പഠിക്കുമ്പോൾ, ഏതാണ് നമ്മുടെ 5 years പ്ലാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താണ് മാക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ എന്താണ് ഇപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാക്രോ എക്കണോമിക്സ് ആണ് കേട്ടോ. മാക്രോ എക്കണോമിക്സ് എന്നാൽ എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് സ്ഥൂല ധനശാസ്ത്രം. ഓക്കെ, ഇതിന്റെ വേറൊരു പേരാണ് സ്ഥൂല ധനശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പൊ രാജ്യത്തെ മൊത്തം ഉൽപാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണ് വില, പലിശ നിരക്ക്, വേതനം, ലാഭം തുടങ്ങിയ ചരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതിലും കൊടുത്തിട്ടുള്ളത്. അവരും കംപ്ലീറ്റ് SCERT NCERT നോക്കിയിട്ടാണ് അവരും നോട്ട്സ് റാങ്ക് ഫയലുകൾ ഇറക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ നോട്ട്സ് ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് റാങ്ക് ഫയൽ ഒന്ന് നോക്കിയ സമയത്ത് ഇതിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് റാങ്ക് ഫയലുകളിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ NCERT SCERT നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ റാങ്ക് ഫയൽ ഒരു 60% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് എന്താണ്? സ്ഥൂല ധനശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, രാജ്യത്തെ മൊത്തം ഉൽപാദനവും വിഭവ വിനിയോഗവും എങ്ങനെയാണ് വില, പലിശ നിരക്ക്, വേതനം, ലാഭം തുടങ്ങിയ ചരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് സ്ഥൂല ധനശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനായിട്ടൊരു സാങ്കല്പിക ഉൽപ്പന്നത്തെ പഠനവിധേയമാക്കുകയും ആ ഉൽപ്പന്നത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ വിപണിയിൽ യഥാർത്ഥത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഉൽപ്പന്നങ്ങളുടെ പഠനം ആവശ്യമായി വരുന്നില്ല. അപ്പൊ ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇതാണ് മാക്രോ എക്കണോമിക്സ്. ഇപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകൾ. ഓക്കെ, എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒരാളുടെ വരുമാനം, ചെലവ്, തൊഴില്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? സാമ്പത്തിക കാര്യകർത്താക്കൾ. ആരാണ്? എക്കണോമിക് ഏജൻസ്. എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ആണ്. അതായത് അതിനു മുമ്പായിട്ട് ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോ നമ്മുടെ കേരള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ NCERT എന്നൊക്കെ നമുക്ക് ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് കേരള ഹിസ്റ്ററി ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ടോപ്പിക്സ് നമ്മൾ വരുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +1 +2 ഒരു ബുക്ക് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് +1 +2 ആയിട്ട് നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഒരു +1 +2 കൂടെ ഒരു 4ഓളം ബുക്കുകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷന്റെ നല്ലൊരു പബ്ലിക്കേഷന്റെ ഒരു ബുക്ക് മേടിക്കുക, NCERTയുടെയോ SCERTയുടെയോ. അതല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ PDF നമ്മുടെ സമഗ്രയിൽ നമുക്ക് ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കാം. അതല്ല വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കണം. ഓക്കെ, കാരണം നമുക്ക് ഇതിലോട്ട് എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. കാരണം നാലോളം ബുക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അത് മാത്രം പോരാ, നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുകയും കൂടെ വേണം. അങ്ങനെയാണെങ്കിലേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി നിങ്ങൾ മറ്റുള്ള ബുക്കുകളോ അതുപോലെ തന്നെ ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതും കൂടെ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആരാണ് സാമ്പത്തിക കാര്യകർത്താക്കൾ അഥവാ എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത്? സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ, ആരാണ് സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയാണ് സാമ്പത്തിക യൂണിറ്റുകൾ അഥവാ സാമ്പത്തിക കാര്യകർത്താക്കൾ എന്ന് പറയുന്നത്. സാമ്പത്തിക കാര്യകർത്താക്കൾ അഥവാ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അവ എന്ത് എങ്ങനെ വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഉപഭോക്താക്കളാവാം, അല്ലെങ്കിൽ എന്ത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ഉൽപാദകരാവാം. ഓക്കെ, ചരക്ക് സേവനങ്ങളുടെയാണ് കേട്ടോ. അപ്പൊ സർക്കാർ, കോർപ്പറേഷൻ, ബാങ്കുകൾ എന്നിങ്ങനെ എത്ര പണം ചെലവഴിക്കണം, വായ്പകൾക്ക് എത്ര പലിശ നിരക്ക് ചുമത്തണം, എത്ര നികുതി പിരിക്കണം തുടങ്ങിയ വ്യത്യസ്ത സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥാപനങ്ങളും ആവാം. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് സാമ്പത്തിക തീരുമാനങ്ങൾ അല്ലെ? അതായത് പൈസയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികൾ ഒരു സ്ഥാപനം. അതെന്താവാം? അത് സർക്കാരാവാം, കോർപ്പറേഷനുകളാകാം, ബാങ്കുകളാവാം. മനസ്സിലായോ? അതായത് എത്ര പണം ചെലവഴിക്കണം, എത്ര രൂപ പലിശയ്ക്ക് നികുതി ചുമത്തണം, അങ്ങനെയുള്ള അതായത് എത്ര നികുതി പിരിക്കണം, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ അവരെയാണ് നമ്മൾ സാമ്പത്തിക കാര്യകർത്താക്കൾ അഥവാ എക്കണോമിക് ഏജൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. എന്താണ്? നമ്മുടെ ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു ഇക്കാലത്ത് ജനങ്ങളുടെ പ്രധാന ജീവിത ഉപാധി. ഓക്കെ, എന്നിരുന്നാലും വൈവിധ്യമാർന്ന വ്യവസായ ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. എന്തൊക്കെയാണ്? പരുത്തി ഉണ്ടായിരുന്നു, പട്ടുതുണിത്തരങ്ങള്, ലോഹം, അമൂല്യമായിട്ടുള്ള രത്നങ്ങള് തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾ ഉയർന്ന പുരോഗതി കൈവരിച്ചിരുന്നു. ഓക്കെ, ഗുണമേന്മയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ ഈ ഉൽപ്പന്നങ്ങളില് ഇന്ത്യൻ കരവിരുത് പ്രകടമായിരുന്നു. അതിനാൽ അവ വിദേശ കമ്പോളങ്ങളിൽ പ്രിയമേറിയവയുമായിരുന്നു. കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുരോഗതിയേക്കാൾ ഉപരി അല്ലെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി. പക്ഷെ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവുമായിരുന്നു. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവും ബ്രിട്ടനിൽ നിന്നുള്ള അന്തിമ വ്യവസായം എന്ന ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചു. ഓക്കെ, ഈ കാലയളവില് ദേശീയ വരുമാനം, ആളോഹരി വരുമാനം, ഓക്കെ, എന്താണ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമവും കോളനി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ചില ശ്രമങ്ങൾ നടന്നുവെങ്കിലും പരസ്പര വിരുദ്ധവും ചേർച്ചയില്ലാതുമായ ഫലങ്ങളുമാണ് ലഭിച്ചത്. ഓക്കെ, ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബേ, ഫിൻഡിലെ ഫിറാസ്, VKR റാവു, CR ദേശായി എന്നിവർ നടത്തിയ പഠനങ്ങൾ ഇവയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. എന്താണ്? ഇവർ നടത്തിയ പഠനങ്ങൾ ഇവയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പൊ ഇവരാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം എന്നിവ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പഠനങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞരെന്ന് പറയുന്നത്. ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് ഓർത്തു വെക്കണേ. ചിലപ്പോ ഒരു 4 പേരുടെ പേര് തന്നിട്ട് ഇതിൽ പെടാത്തത് ആരാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്നാൽ VKR റാവുവിന്റെ പഠനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഓക്കെ, VKR റാവുവിന്റെ പഠനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ രാജ്യത്തിന്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്നം എന്താണ്? അഗ്രിഗേറ്റ് ഈക്വൽ ഔട്ട്പുട്ട് വളർച്ചാ നിരക്ക് 2% താഴെയും
വാർഷിക ആളോഹരി ഉൽപ്പന്നം, അതായത് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറും 0.5% താഴെയുമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായാലും ഇവിടെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ പേരുകളാണ് കേട്ടോ. ഈ പേരുകൾ നോക്കാനുണ്ട്. പിന്നെ തന്നെ നമ്മുടെ ഈ ഒരു അളവുകൾ കൊടുത്തിരിക്കുന്ന വളർച്ചാ നിരക്ക് 2% താഴെയും വാർഷിക ആളോഹരി ഉൽപ്പന്നം വളർച്ചാ നിരക്ക് വെറും 0.5% താഴെയുമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് കാർഷിക മേഖല അഥവാ അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ എന്താണ്? കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് നിലനിന്നത് അല്ലെ. ജനസംഖ്യയുടെ 85% പേര് ജീവിതോപാധിയായിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്താണ് നേരിട്ടോ അല്ലാതെയോ കൃഷിയെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നിരുന്നാലും കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു അല്ലെ. എന്താണ് കോളനിയുടെ ഭരണകാലത്ത് നമ്മുടെ ജനങ്ങൾ പ്രധാനമായിട്ട് നേരിട്ടോ അല്ലാതെയോ കൃഷിയെ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. നമ്മുടെ 85% ജനതയും കൃഷിയോട് റിലേറ്റഡ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും കാർഷിക മേഖല എന്ന് പറയുന്നത് മുരടിപ്പിലായിരുന്നു. ഓക്കെ, അപ്പൊ മൊത്തം കൃഷിഭൂമിയുടെ അളവില് നേരിയ വർധനവ് ഉണ്ടായിരുന്നെങ്കിലും കാർഷികോൽപാദനക്ഷമത വളരെ താഴ്ന്ന നിലയിൽ ആയിരുന്നു. ഓക്കെ, എന്താണ്? കൃഷിഭൂമിയുടെ അളവിൽ വർധനവുണ്ട്, പക്ഷെ എന്താണ് സംഭവിച്ചത്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, കാർഷിക മേഖലയിലെ ഈ മുരടിപ്പിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടത്തിയ ഭൂവുടമ സമ്പ്രദായമായിരുന്നു. എന്താണ്? ഭൂവുടമ സമ്പ്രദായം. അപ്പൊ ചിലപ്പോ ചോദ്യം വരാം, കാർഷിക മേഖലയിലെ മുരടിപ്പിന്റെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരാം. എന്താണ്? ഭൂവുടമ സമ്പ്രദായമായിരുന്നു നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നടപ്പിലാക്കിയത് എവിടെയാണ്? പ്രത്യേകിച്ച് ബംഗാൾ പ്രവിശ്യ ഇമ്പോർട്ടന്റ് കേട്ടോ. ബംഗാൾ പ്രവിശ്യയിലാണ് നിലവിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓക്കെ നടപ്പിലാക്കിയ സെമീന്ദാരി സമ്പ്രദായം കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകർക്കല്ല മറിച്ച് ഇടനിലക്കാരായ സെമീന്ദർമാർക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി സെമീന്ദർമാരോ കോളനി ഭരണകൂടമോ ഒന്നും ചെയ്തിരുന്നില്ല. കർഷകരിൽ നിന്ന് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു സെമീന്ദർമാരുടെ ശ്രദ്ധ. വർദ്ധിച്ച പാട്ടഭാരം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കി. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും താഴ്ന്നൊരു നിലയിലായിരുന്നു. കാരണം ഇതിന് പ്രധാനം ഈ കാർഷിക മേഖലയിലുള്ള പ്രധാനമായിട്ട് കാർഷിക മേഖല വളരാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഭൂവുടമ സമ്പ്രദായമായിരുന്നു. ഓക്കെ, എന്താണ്? ബംഗാൾ പ്രവിശ്യ, അതായത് നിലവിലെ കിഴക്കൻ സംസ്ഥാനങ്ങൾ ഓക്കെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു സെമീന്ദാരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ഈ സെമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്? കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ലാഭം കർഷകരല്ല എടുക്കുന്നത്, മറിച്ച് ആരാണ്? ഇതിനൊരു ഇടനിലക്കാരുണ്ടായിരുന്നു, അവരാണ് സെമീന്ദർമാർ. ഓക്കെ, അപ്പൊ സെമീന്ദർമാർക്കാണ് ഇത് ലഭിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൂടി അവര് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് തന്നെ കോളനി ഭരണകൂടമോ സെമീന്ദർമാര് എന്താണ് ഭരണകൂടമോ സെമീന്ദർമാരോ തന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? കർഷകരിൽ നിന്നും അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വലിയൊരു ഭാഗം പാട്ടം പിരിച്ചെടുക്കുക മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഓക്കെ, ഈ സമ്പ്രദായ പ്രകാരം സെമീന്ദർ കൃത്യസമയത്ത് ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു സമ്പ്രദായം കൊണ്ട് അർത്ഥമാക്കുന്ന വേറൊരു കാര്യം എന്താണ്? അതായത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർഷകരിൽ നിന്ന് പിരിച്ചെടുത്തു കഴിഞ്ഞാൽ സെമീന്ദർ എന്ത് ചെയ്യണം? സെമീന്ദർ കൃത്യസമയത്ത് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? സെമീന്ദർമാർക്ക് ഭൂമിയിലുള്ള അവകാശം നഷ്ടപ്പെടും. അതായത് അവിടെ നിന്ന് പിരിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം നഷ്ടപ്പെടും. ഓക്കെ, ആയതിനാൽ കൃഷിക്കാരുടെ സാമ്പത്തിക അവസ്ഥയെ സെമീന്ദർമാർ ഒരിക്കലും പരിഗണിച്ചില്ല അല്ലെ. അത് ഇവിടുന്ന് പിരിച്ച് അവിടെ കൊണ്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കർഷകർ എന്താണോ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, അവരുടെ കൃഷിയുടെ ഡെവലപ്മെന്റ്സിന് എന്താണോ വേണ്ടതെന്നുള്ള കാര്യം സെമീന്ദർമാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? പൈസ കിട്ടണം, അത് ബ്രിട്ടീഷിന് കൊണ്ട് അടയ്ക്കണം. ഓക്കെ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഭൂമിയുടെ മേലുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ കൂടാതെ പഴഞ്ചൻ സാങ്കേതിക വിദ്യ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം എന്നിവയും കാർഷിക മേഖലയുടെ മുരടിപ്പിന് കാരണമായി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, എഴുതി വെക്കണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയുടെ മുരടിപ്പിന് കാരണമായ വസ്തുതകൾ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പഴഞ്ചൻ സാങ്കേതിക വിദ്യ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം അല്ലെ. രാസവളങ്ങൾ ശരീരത്തിന് കേടാണെങ്കിലും രാസവളങ്ങൾ കുറയ്ക്കുന്നതോട് കൂടിയിട്ട് വിളവ് കുറയും അല്ലെ. കാരണം എന്താണ്? പച്ചക്കറികളൊക്കെ ആണെങ്കിലും പുഴുക്കളും പ്രാണികളും തിന്നു പോവും, അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പഴഞ്ചൻ സാങ്കേതിക വിദ്യയാണ്, ജലസേചന സൗകര്യങ്ങളില്ല, അതുപോലെ രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം, ഇവയെല്ലാം തന്നെ കാർഷിക മേഖലയുടെ മുരടിപ്പിന് കാരണമായി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് എഴുതിയെടുക്കണേ.
ഓക്കെ, അടുത്ത എന്താണ്? അതായത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. എന്താണ് കാർഷിക മേഖലയിലുള്ള വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്? അവരെ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. ഇത് അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ചെറിയ തോതിലുള്ള പുരോഗതി ഉണ്ടാക്കിയെങ്കിലും കാർഷിക മേഖലയിലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കി. ഓക്കെ, ജലസേചന സൗകര്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടായി എങ്കിലും ഭൂമിയെ തട്ടുകളാക്കൽ, വെള്ളപ്പൊക്ക നിയന്ത്രണം, നീർവാർച്ച, മണ്ണിലെ ലവണാംശം തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം കുറവായിരുന്നു. ചെറിയൊരു ഭാഗം കർഷകര് നാണ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് മാറിയെങ്കിലും ഭൂരിഭാഗം കുടിയാന്മാരും ചെറുകിട കർഷകർക്കും കൂട്ടുകൃഷിക്കാർക്കും കൃഷിയിൽ നിക്ഷേപം ഇറക്കുന്നതിനാവശ്യമായ വിഭവങ്ങളോ സാങ്കേതിക വിദ്യകളോ പ്രോത്സാഹനങ്ങളോ ലഭിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോ ഇതാണ് കൃഷി മേഖലയെ കുറിച്ച് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ കൃഷിയുടെ മേഖലയെ കുറിച്ച് ഇതാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഭൂവുടമ സമ്പ്രദായം, അതുപോലെ ഈ മുരടിപ്പിന്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വ്യവസായ മേഖല. ഇന്ത്യയുടെ വ്യവസായ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലും ശക്തമായ വ്യവസായിക അടിത്തറ കെട്ടിപ്പടുക്കുവാനായിട്ട് ഇന്ത്യൻ കോളനി ഭരണത്തിന് കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, എന്താണ് കാർഷിക മേഖല പോലെ തന്നെ ഉൽപ്പന്ന നിർമ്മാണം, അതല്ലേ ഒരു പ്രൊഡക്റ്റിന്റെ നിർമ്മാണ മേഖലയിലും ശക്തമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട്, അവർക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഇന്ത്യയിൽ കോളനി ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലോക പ്രശസ്തി നേടിയ ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ ക്ഷയിച്ചു. അതായത് നമ്മൾ ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്തി നേടിയിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് അവ ക്ഷയിക്കുകയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ സ്ഥാനത്തേക്ക് അതേ പ്രൗഢിയിലുള്ള ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വരാൻ അനുവദിച്ചതുമില്ല. അല്ലെ, എന്താണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഉള്ളതിനെ നശിപ്പിക്കുകയും ചെയ്തു, പുതിയതിനെ നിർമ്മിച്ചുകൊണ്ട് വരാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവരെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യവസായിക നയങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യവസായിക നയങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് എന്താണ് ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന എന്താണ് ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക. ഓക്കെ, ഇന്ത്യയെ മാറ്റുക. അല്ലെ, എക്കണോമിക്സിന്റെ ഭാഗത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്, ഇനിയും വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. ഓക്കെ, ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അതായത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിശാല കമ്പോളം അല്ലെ, അതായത് വിറ്റഴിക്കാനുള്ള ആ ഒരു ഏരിയ ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെ, എന്താണ് ഇന്ത്യൻ വ്യവസായങ്ങളുടെ തളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യവസായ നയങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക അതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതിയായിരുന്നു ഈ നയങ്ങളിലൂടെ കോളനിയുടെ ഭരണകൂടം ലക്ഷ്യം വെച്ചത്. അല്ലെ, അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതിലെല്ലാം കൂടെ ആയിട്ട് ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതി അല്ലെ, അവർക്ക് ഡെവലപ്ഡ് ആവണം, ആ ഒരു ലക്ഷ്യമായിരുന്നു ഈ ഭരണകൂടം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഇന്ത്യയിൽ പുതിയൊരു സാമ്പത്തിക അവസ്ഥ സംജാതമാക്കി. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ഉപഭോഗ കമ്പോളങ്ങളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്തു. അല്ലെ, ഇതുമൂലം നമുക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിക്കുന്നത് തൊഴിലില്ലായ്മ സംഭവിച്ചു, അതുപോലെ തന്നെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാവുകയും ചെയ്തു. തുടർന്നുണ്ടായിരുന്ന ഉപഭോഗ വസ്തുക്കളുടെ ചോദന ഡിമാൻഡ് വർധനവിനെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വില കുറഞ്ഞ വസ്തുക്കളുടെ ഇറക്കുമതിയിലൂടെയാണ് കോളനി ഭരണകൂടം സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തിയത്. അല്ലെ, അപ്പൊ ഡിമാൻഡ് ഓവറായിട്ട് വന്നപ്പോ എന്താണ് സംഭവിച്ചത്? ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്ന വില കുറഞ്ഞ വസ്തുക്കൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് ഇവിടെ വിറ്റഴിക്കുകയാണ് കോളനി ഭരണകൂടം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചുവെങ്കിലും അവയുടെ വളർച്ച മന്ദഗതിയിലായിരുന്നു. ഓക്കെ, തുടക്കത്തിൽ ഈ പുരോഗതി
ചണം, പരുത്തി എന്നീ വ്യവസായങ്ങൾ മാത്രം ഒതുങ്ങി. ഇന്ത്യക്കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് പ്രധാനമായും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ പരുത്തി വ്യവസായശാലകൾ, ഇന്ത്യക്കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ചണം വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. ഓക്കെ, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ സ്ഥാപിതമായി. ഓക്കെ, അപ്പൊ ടിസ്കോ സ്ഥാപിതമാവുന്നത് എന്നാണ്? 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമാകുന്നത്. ഓക്കെ, 2-ാം ലോക യുദ്ധത്തിന് ശേഷം പഞ്ചസാര, സിമന്റ്, കടലാസ് എന്നീ വ്യവസായങ്ങൾ പേരിനെങ്കിലും ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ഓക്കെ, വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായ മൂലധന ചരക്ക് വ്യവസായങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഉൽപാദനത്തിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ് മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റപ്പെട്ട ചില വ്യവസായങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവ ഇന്ത്യയുടെ പരമ്പരാഗത കരകൗശല വ്യവസായങ്ങൾക്ക് പകരം നിൽക്കാവുന്ന തരത്തിലുള്ളവ ആയിരുന്നില്ല. കൂടാതെ ഈ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്ക് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അല്ലെ, GDP എന്നാൽ എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഓക്കെ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള ഇവയുടെ സംഭാവനയും നാമമാത്രമായിരുന്നു. പുതുതായി ആരംഭിച്ച വ്യവസായങ്ങളിൽ പൊതുമേഖലയുടെ സ്ഥാനം റെയിൽവേ, വൈദ്യുതോൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ ഒതുങ്ങി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വ്യവസായ മേഖലയായിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് വിദേശ വ്യാപാരമാണ്, അഥവാ ഫോറിൻ ട്രേഡ്. എന്താണ്? ഫോറിൻ ട്രേഡ്. ഓക്കെ, പുരാതന കാലം മുതൽക്കേ തന്നെ വിദേശ വ്യാപാരത്തിൽ പ്രശസ്തി ആർജിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. ഓക്കെ, എന്നാൽ കോളനി ഭരണകൂടം ഉൽപാദന വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ നയങ്ങള് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചു. ഇതിന്റെ ഫലമായിട്ട് അസംസ്കൃത വസ്തുക്കൾ, ഓക്കെ, അതായത് അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ കൂടാതെ പൂർണ്ണ ഉപഭോഗ വസ്തുക്കളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ ഇവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. കൂടാതെ നിക്ഷിപ്ത ലക്ഷ്യങ്ങളോടെ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തകാധിപത്യം ബ്രിട്ടൻ നിലനിർത്തി. ഇതിന്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പകുതിയിലധികവും ബ്രിട്ടനുമായിട്ട് ശേഷിക്കുന്ന ഭാഗം ചൈന, സിലോൺ, പേർഷ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായി നടത്താൻ നിർബന്ധമായി. ഓക്കെ, സൂയസ് കനാൽ തുറന്നതോടു കൂടിയിട്ട് ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദേശ വ്യാപാരത്തിന്റെ പ്രത്യേക ലക്ഷ്യം എന്തായിരുന്നു? ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദേശ വ്യാപാരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ മിച്ചം, എക്സോർട്ട് സർപ്ലസ് ഉണ്ടാക്കുന്നതിന് രാജ്യം വലിയ വില നൽകേണ്ടി വന്നു. ഭക്ഷ്യധാന്യങ്ങള്, വസ്ത്രങ്ങള്, മണ്ണെണ്ണ തുടങ്ങി പല വിധത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത ആഭ്യന്തര കമ്പോളത്തിൽ കുറഞ്ഞു. ഈ വ്യാപാര മിച്ചം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇവ ബ്രിട്ടീഷുകാരുടെ ഭരണയുദ്ധ ചെലവുകൾക്കും ഒപ്പം സേവനങ്ങളുടെ ഇറക്കുമതി ചെലവിനായി വിനിയോഗിക്കുകയും ചെയ്തു. ഇതെല്ലാം ബ്രിട്ടനിലെ ഇന്ത്യയിലേക്കുള്ള സമ്പത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി. ഓക്കെ, അപ്പോ ഇതാണ് വിദേശ വ്യാപാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കയറ്റുമതി ഇറക്കുമതിയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വിട്ടാൽ മതി. ഓക്കെ, അടുത്ത എന്താണ്? ജനസംഖ്യാസ്ഥിതി, അല്ലെ, ഡെമോഗ്രാഫിക് കണ്ടീഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് നടന്നത് എന്നാണ്? 1881 നോട്ട് ചെയ്യണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് സെൻസസ് നടക്കുന്നത് 1881. ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ അസന്തുലിതാവസ്ഥ ഇത് തുറന്നുകാട്ടി. ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്, അല്ലെ? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് ഇന്ന വർഷമാണ്, എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 1921 മുമ്പ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ, അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ആദ്യ ഘട്ടത്തിലായിരുന്നു. 2ാം ഘട്ടം ആരംഭിക്കുന്നത് 1921 ശേഷമാണ്. എന്നിരുന്നാലും ഈ ഘട്ടത്തില് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യാ വളർച്ചാ നിരക്കും ഉയർന്നതായിരുന്നില്ല. ഇന്ത്യയിലെ സാമൂഹിക വികസന സൂചകങ്ങൾ ഒന്നും തന്നെ ഒട്ടും പ്രോത്സാഹനപരമായ അവസ്ഥയിലായിരുന്നില്ല. രാജ്യത്തെ സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു. ഓക്കെ,
ഇതിൽ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് എത്രയായിരുന്നു? അത് 7%. 16 താഴെയായിരുന്നു നമ്മുടെ ലിറ്ററസി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ എന്ന് പറയുന്നത് 7%-ലും താഴെയായിരുന്നു. പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ഉണ്ടായിരുന്നവ തന്നെ തീർത്തും അപര്യാപ്തവുമായിരുന്നു. അതിനാൽ വായുജലജന്യ രോഗങ്ങൾ വ്യാപകമാവുകയും ഇവ പിടിപെട്ട് ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്തു. അതിനാൽ മൊത്തം മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. എന്നാൽ ഒട്ടും അതിശോക്തിയില്ല. ശിശു മരണനിരക്ക് അല്ലെ എന്താണ്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 1218 എന്ന നിരക്കിലായിരുന്നു. ഇങ്ങനെ ഇപ്പോഴത്തെ ശിശുമരണ നിരക്കായിട്ടുള്ള 1063 താരതമ്യം ചെയ്ത് നോക്കുക. ഓക്കെ, ആയിരത്തായിരിക്കും 44 വർഷമായിരുന്നു, ഇപ്പോഴത് 68 വർഷമാണെന്ന് ഓർക്കുക. വിശ്വാസയോഗ്യമായ ദത്തങ്ങളുടെ അഭാവത്തിൽ അക്കാലത്തെ ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി അളക്കല് പ്രയാസമാണ്. എങ്കിലും കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ കഠിനമായ ദാരിദ്ര്യം നിലനിന്നിരുന്നുവെന്നതും അത് ഇന്ത്യൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അടുത്ത എന്താണ്? തൊഴിൽ ഘടന, ഒക്യുപേഷണൽ സ്ട്രക്ചർ. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന, അതായത് വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു. മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയിലായിരുന്നു. ഇത് ഏകദേശം 70% മുതൽ 75% വരെ ആയിരുന്നു. എന്നാൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല 10%വും സേവന മേഖല 15-20% തൊഴിൽ ശക്തിയാണ് ഉൾക്കൊണ്ടിരുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത വർദ്ധിച്ച പ്രാദേശിക തലത്തിലുള്ള അന്തരമായിരുന്നു. അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളും ഇന്നത്തെ തമിഴ്നാടിന്റെ അതായത് ഇന്നത്തെ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങളായിരുന്നു. ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവും നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുമുള്ളവരുടെ എണ്ണം കൂടുതലുമായിരുന്നു. അതേസമയം ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിലെ തൊഴിൽ ശക്തി ഉപയോഗം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ തൊഴിൽ ഘടനയെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. തൊഴിൽ ഘടനയെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതിയാണ് ഇനി നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞുപോയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എക്കണോമിക്സിന്റെ ടെക്സ്റ്റുകൾ വായിക്കണം, അല്ലാതെ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാനായിട്ട് പോവാണ്. എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത്? നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ. എന്താണ്? പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മള് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വ്യക്തി കൂടെയാണ് അല്ലെ മഹ്ലാനോബിസ് എന്ന് പറയുന്നത് അല്ലെ. ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. വിശിഷ്ടരായ പല ചിന്തകരും നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപീകരണത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. എന്നാൽ അവരിൽ പ്രശാന്ത ചന്ദ്ര മഹലാനോബിസ്. ആരാണ്? പ്രശാന്ത ചന്ദ്ര മഹലാനോബിസ് എന്ന ശാസ്ത്രജ്ഞന്റെ പേര് എടുത്തു പറയേണ്ടതുണ്ട്. എന്താണ്? ആസൂത്രണം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു പൂർണ്ണത അതിന് ലഭിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. ഓക്കെ, മഹലാനോബിസിന്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് മുന്നോട്ട് വെച്ചത്. ഈ അർത്ഥത്തിൽ അദ്ദേഹത്തെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയായിട്ട് പരിഗണിക്കാം. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? അത് മഹലാനോബിസ് ആണ്. ഓക്കെ, PC എന്ന് പറയുന്നത് എന്താണ്? പ്രശാന്ത ചന്ദ്ര കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ്? 1893 കൽക്കട്ടയിലായിരുന്നു മഹ്ലാനോബിസിന്റെ ജനനം. കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിലും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലുമാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഓക്കെ, സാങ്കേതികം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം 1946 അംഗമായി. സമൂഹത്തിലെ അതിപ്രശസ്തരായ ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഇതിൽ അംഗത്വം ലഭിച്ചിരുന്നിട്ടുള്ളൂ. ഓക്കെ, മഹലാനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI സ്ഥാപിക്കുകയും സാങ്ക്യ എന്ന ജേണൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്ന ജേണൽ. അപ്പൊ സാങ്ക്യ എന്ന ജേണലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് PC മഹ്ലാനോബിസ് ആണ്. ഓക്കെ, ഇന്നും സാങ്കേതിക ശാസ്ത്രജ്ഞർക്ക് അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഒരു അംഗീകരിക്കപ്പെട്ട വേദിയായിട്ട് ഈ ജേണൽ തുടരുന്നു. ഓക്കെ, ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാഖ്യശാസ്ത്രജ്ഞരും കാണുന്നതാണ് ISI. ഓക്കെ, ISIയും അതുപോലെ തന്നെ സാങ്ക്യയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? PC മഹ്ലാനോബിസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇതില് തന്നെ വന്നിട്ടുള്ള എന്താണ്? നമ്മുടെ
PSC ബുള്ളറ്റിനിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്നും തന്നെ നമുക്ക് ഓക്കെ, അപ്പൊ പദ്ധതി എന്നാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ, ഓക്കെ, ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, ഓക്കെ, എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പദ്ധതിക്ക് ഒരു നിശ്ചിത കാലയളവിൽ നേടേണ്ടതായിട്ടുള്ള ഒരു പൊതുവായതും പ്രത്യേകമായതുമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? ഈ പ്രൈവറ്റ് സെക്ടറിലൊക്കെ നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു ടാർഗറ്റ് കൊടുക്കില്ലേ, ഇതിന് ഇത്ര വർഷത്തിൽ ഇത്ര നിങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ വിറ്റഴിക്കണം എന്നുള്ളൊരു ഒരു ടാർഗറ്റ് കൊടുക്കില്ലേ? ആ ഓൾമോസ്റ്റ് സെയിം തിങ് ആണ്. കാരണം എന്താണ്, അതായത് ഒരു നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് എത്ര വർഷ കാലയളവിലാണ്? 5 വർഷ കാലയളവിലാണ്. എപ്പോഴാണ്? 5 വർഷ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ദേശീയ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ കടം കൊണ്ടത്. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പഞ്ചവത്സര പദ്ധതികൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ പദ്ധതികൾ രേഖകൾ 5 വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നാം നേടേണ്ടതെന്തെന്നും വ്യക്തമാക്കുന്നു. ഈ ദീർഘകാല പദ്ധതിയെ പര്യവേക്ഷ പദ്ധതി അഥവാ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നു. പര്യവേക്ഷ പദ്ധതിക്ക് അടിസ്ഥാനമായിട്ട് വർത്തിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികളാണ്. ഓക്കെ, എല്ലാ ലക്ഷ്യങ്ങൾക്കും എല്ലാ പദ്ധതികളിലും തുല്യ പ്രാധാന്യം നൽകുക എന്നത് അഭികാമ്യമല്ല. യഥാർത്ഥത്തിൽ വിവിധ പദ്ധതി ലക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഉദാഹരണമായി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അവതരണം തൊഴിൽ ലഭ്യത കുറയ്ക്കുമെങ്കിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ട് പൊരുത്തപ്പെടണമെന്നില്ല. പദ്ധതി ലക്ഷ്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ആസൂത്രകർക്ക് ദുഷ്കരമാണ്. അതിനാൽ വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ് ഓരോ പദ്ധതികളും ഊന്നൽ നൽകി വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പദ്ധതി എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എത്രമാത്രം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാമെന്ന് നമ്മുടെ പദ്ധതികൾ വിശദമാക്കുന്നില്ല. ഇത് അസാധ്യവും അനാവശ്യമാണ്. മുൻ സോവിയറ്റ് യൂണിയൻ ഇതിന് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഈ പദ്ധതിയുടെ പ്രധാന പങ്ക് ഏത് മേഖലയിലാണെന്ന് സൂചിപ്പിക്കുകയും ഉദാഹരണമായിട്ട് ഊർജ്ജ ഉൽപാദനം, ജലസേചനം ബാക്കി വിപണിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഓക്കെ, അപ്പം അതായത് സോഷ്യൽ സമൂഹത്തെ വിതരണം ചെയ്തു. ഗവൺമെന്റ് സമ്പദ് വ്യവസ്ഥയെ ആസൂത്രണത്തിന്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് ആസൂത്രണ കമ്മീഷന്റെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ്? ഗവൺമെന്റ് സമ്പദ് വ്യവസ്ഥയെ ആസൂത്രിതമാക്കുന്നതോടൊപ്പം സ്വകാര്യ മേഖലയെ ആസൂത്രണത്തിന്റെ ഭാഗമാകാൻ പ്രോത്സാഹിപ്പിക്കുകയും 1948 വ്യവസായിക നയപ്രമേയവും ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളും ഈ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. 1950 പ്രധാനമന്ത്രി അധ്യക്ഷനായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാണ്? 1950 ഓക്കെ, ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതികളുടെ യുഗം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി പഞ്ചവത്സര പദ്ധതികൾ എന്താണെന്നുള്ളത് നോക്കാം. ഏതൊരു പദ്ധതിക്കും വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. എന്താണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, എന്താണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ഈ ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക കേട്ടോ. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച, ഗ്രോത്ത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഉൽപാദന സജ്ജമായ മൂലധനത്തിന്റെ വിപുല ശേഖരമോ ബാങ്കിംഗ്, ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണാ സംവിധാനങ്ങളുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധനം, സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാകുന്ന വളർച്ചയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, മൊത്തം ആഭ്യന്തര ഉൽപാദനം. ഓക്കെ, എന്താണ്? GDP-യിൽ ഉണ്ടാവുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ല സൂചകമാണ്. മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ്. എന്താണ്? അതായത് GDP ട്ടോ. GDP എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് GDP എന്ന് പറയുന്നത്? മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്നത് ഒരു വർഷം, ഓക്കെ, മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ്. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ ഒരു കേക്കായും സാമ്പത്തിക വളർച്ചയെ ഒരു കേക്കിന്റെ വലുപ്പത്തിൽ ഉണ്ടാവുന്ന വർധനവായും സങ്കല്പിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കാവുന്നത് കാർഷിക മേഖല, വ്യവസായിക
മേഖല, സേവന മേഖല എന്നിവിടങ്ങളിലാണ്. ഓക്കെ, എന്നിവിടങ്ങളിലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപാദനം എന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യം. ഓക്കെ, സമ്പദ് വ്യവസ്ഥ ഘടനയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കാവുന്നത് കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിലാണ്. ഓക്കെ, എന്താണ് സേവന മേഖല? സേവന മേഖല എന്ന് പറയുന്നത് ഒരു രാജ്യം വികസിക്കുന്നതോടെ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഘടനാപരമായ മാറ്റം ഒരു സവിശേഷത രീതിയിലാണ് ഉരുത്തിരിഞ്ഞത്. വികസനത്തോടു കൂടിയിട്ട് കാർഷിക മേഖലയുടെ വിഹിതം കുറയുകയും വ്യവസായിക മേഖല പ്രാമുഖ്യം ആർജിക്കുകയുമാണ് പതിവ്. വികസനത്തിന്റെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ സേവന മേഖലയുടെ സംഭാവന മറ്റു രണ്ട് മേഖലകളെക്കാൾ കൂടുന്നു. ഒരു ദരിദ്ര രാഷ്ട്രത്തിന്റേതുപോലെ ഇന്ത്യയിൽ GDP-യിലേക്കുള്ള കാർഷിക മേഖലയുടെ വിഹിതം 50% കൂടുതലായിരുന്നു. എന്നാൽ 1990ഓടുകൂടി സേവന മേഖലയുടെ വിഹിതം ഒരു വികസിത രാഷ്ട്രത്തിന് സമാനമായി. കാർഷിക വ്യവസായ മേഖലകളെക്കാളും വർദ്ധിച്ച് 40.59%-ലെത്തി. സേവന മേഖലയുടെ വിഹിതത്തിൽ ഉണ്ടാവുന്ന വർധനവ് 1991 ശേഷം ത്വരിതഗതിയിലായി. ആഗോളവൽക്കരണത്തിന്റെ ആരംഭത്തിന് ഓക്കെ, ഇത് നെക്സ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, ഉള്ള സംഭാവനയാണ് സമ്പദ്ഘടനയ്ക്ക് രൂപം നൽകുന്നത്. ചില രാജ്യങ്ങളിൽ കാർഷിക മേഖല മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ സേവന മേഖലയ്ക്കായിരിക്കും മുൻതൂക്കം. ഓക്കെ, എന്താണ് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ? എന്താണ്? ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉൽപാദകർ ഒരു പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലെ, എന്താണ്? ഒരു ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഉൽപാദകര് ഒരു സാങ്കേതിക വിദ്യ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് സ്പീഡായിട്ട് വായിച്ചു പോകുന്നത്. നമ്മൾ പഠിക്കാനുള്ളത് ഇവിടെയാണുള്ളത്, പഞ്ചവത്സര പദ്ധതികൾ. അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ലക്ഷ്യങ്ങളാണ്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വല്ലതും ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഓക്കെ, അപ്പോ നമ്മുടെ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു കർഷകന് പഴയ വിത്തിന് പകരം പുതിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ കൃഷിസ്ഥലത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഫാക്ടറിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പുതിയ യന്ത്രം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെ ആധുനികവൽക്കരണം എന്ന് പറയുന്നു. എന്താണ്? പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ആധുനികവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിൽ സ്ത്രീ പുരുഷ സമത്വം എന്താണ്? ഇതിൽ സ്ത്രീ പുരുഷ സമത്വം പോലുള്ള സാമൂഹിക വീക്ഷണങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളും കൂടിച്ചേരേണ്ടതുണ്ട്. പരമ്പരാഗത സമൂഹത്തിൽ പുരുഷന്മാർ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ ആധുനിക സമൂഹം സ്ത്രീകളെ കഴിവുകളെയും ജോലി സ്ഥലങ്ങളിൽ, ബാങ്ക്, വ്യവസായശാലകൾ, സ്കൂളുകൾ തുടങ്ങിയവിടെ പ്രയോജനപ്പെടുത്തുന്നു. അത്തരം സമൂഹം കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എന്താണ് സ്വാശ്രയത്വം? സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന് അതിന്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചോ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്താം. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ പ്രാധാന്യം നൽകിയത്. എന്താണ്? ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. അല്ലെ, ഇന്ത്യയിൽ തന്നെ നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയുന്ന സാധനങ്ങൾക്ക് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് അതിനാണ്. ഓക്കെ, ഭക്ഷ്യവസ്തുക്കൾ പോലുള്ളവ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും. വിദേശാധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ജനത സ്വാശ്രയത്തിന് പ്രാധാന്യം നൽകുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, വിദേശ സാങ്കേതിക വിദ്യ, വിദേശ മൂലധനം എന്നിവയിലുള്ള ആശ്രയത്വം നമ്മുടെ നയങ്ങളിലുള്ള വിദേശ ഇടപെടലിനും അതുവഴി ഇന്ത്യൻ പരമാധികാരത്തിന് പോലും ഭീഷണിയാകുമെന്നും നാം ഭയപ്പെട്ടിരുന്നു. ഓക്കെ, എന്താണ് സമത്വം? ഇക്വിറ്റി. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവ മാത്രം മതിയാവില്ല. ഒരു രാജ്യത്ത് ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടായാലും ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടായാലും ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ സമ്പന്നരായ കുറച്ചുപേർ മാത്രം അനുഭവിക്കുന്നതിന് പകരം ദരിദ്ര വിഭാഗങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയ്ക്ക് പുറമെ സമത്വവും പ്രാധാന്യം അർഹിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരും ഭക്ഷണം, യോഗ്യമായ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാവുകയും അതിനായി സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം കുറച്ചു കൊണ്ടുവരികയും ചെയ്യണം. ഓക്കെ, 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ
കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നടത്തിയ ഓക്കെ. അപ്പൊ ഇതിന് നടത്തിയ ഇവിടെ കംപ്ലീറ്റ് ആവാത്ത വേറെ ഒന്നുമല്ല കേട്ടോ. നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത് എടുക്കാതിരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള നമുക്ക് കുറച്ച്, അതായത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ ഒരു തുടക്കമാണ്. അതായത് ജവഹർലാൽ നെഹ്റുവിനെ, ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ്, എന്താണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. അടുത്ത ആരാണ്? അടുത്തെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിയാണ്. ആരെയാണ്? സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിയിട്ടാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ, എന്താണ്? പഞ്ചവത്സര പദ്ധതികൾ, ഈ വികസന തന്ത്രം ഇന്ത്യയിൽ നടപ്പാക്കിയത്. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത്. ഓക്കെ. അപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആരാണ്? അത് ആസൂത്രണ കമ്മീഷനാണ്. ഓക്കെ. ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കടം കൊണ്ടത് മാത്രമല്ല, ആദ്യമായിട്ടൊരു പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു രാജ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ ആണ്. ഓക്കെ. അപ്പൊ 1928-നും 1932-നും മധ്യേ നടപ്പാക്കിയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജോസഫ് സ്റ്റാലിൻ ആണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാണ്? അത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ പോകുന്നത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലോട്ടാണ്. ഓക്കെ. എന്താണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് 1951-56 കാലയളവിലാണ്. എപ്പോഴാണ്? 51-56 കാലയളവിലാണ്. പ്രൈമറി സെക്ടർ അഥവാ കാർഷിക വികസനം ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ്? പ്രൈമറി സെക്ടറിന് അഥവാ കാർഷിക വികസനത്തിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഈ പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ഹരോഡ് ഡോമർ മാതൃക. എന്താണ്? ഹരോഡ് ഡോമർ മാതൃക എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത്. 1951-56 കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങുന്നത്. പ്രൈമറി സെക്ടർ അഥവാ കാർഷിക വികസനത്തിനാണ് ഇത് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഹരോഡ് ഡോമർ മാതൃക എന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1 ആണ്. എത്രയാണ്? ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1 ആണ്. എന്നാൽ കൈവരിച്ചത് എത്രയാണ്? അത് 36% കൈവരിക്കുന്നത്. എത്രയാണ്? 36% കൈവരിക്കുന്നത്. ഓക്കെ. ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, എന്താണ്? നമ്മുടെ ഡെസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്നീ പദ്ധതികൾ ആരംഭിച്ചതും വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതികളായിട്ടുള്ള ബഗ്രാനങ്കൽ, ഹിരാക്കുണ്ട്, ദാമോദർ വാലി, ഇമ്പോർട്ടന്റ് ആണ്. ബഗ്രാനങ്കൽ, ഹിരാക്കുണ്ട്, ദാമോദർ വാലി പദ്ധതികൾ നടപ്പിലാക്കിയത് ഒന്നാം പദ്ധതി കാലത്താണ്. പദ്ധതിയുടെ അടങ്കൽ തുക എന്ന് പറയുന്നത് 2069 കോടിയായിരുന്നെങ്കിലും പിന്നീട് 2378 കോടിയായിട്ട് ഉയർത്തി. ഓക്കെ. പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ KN രാജ്, ആരാണ്? ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. ഓക്കെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? അത് ഡോക്ടർ KN രാജാണ്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി 1956-61 കാലയളവിൽ നടപ്പിലാക്കി. പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള PC മഹലാനോബിസ് 1953 രൂപകൽപ്പന ചെയ്ത മഹലാനോബിസ് മാതൃക. ഓക്കെ. അപ്പൊ ഇതിന്റെ രൂപകൽപ്പന ആരായിരുന്നു? അത് മഹലാനോബിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് മഹലാനോബിസ് മാതൃക എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. പദ്ധതി 4.5% വളർച്ച ലക്ഷ്യമിട്ടെങ്കിലും 4.27% കൈവരിച്ചത്. ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ കാലത്താണ് റൂർക്കേല, ഭിലായി, അതുപോലെ തന്നെ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിച്ചത്. റൂർക്കേല, ഭിലായി, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിച്ചത്. ബംഗാളിലെ ചിത്തരഞ്ജൻ കോച്ച് ഫാക്ടറി, എന്താണ്? ചിത്തരഞ്ജൻ കോച്ച് ഫാക്ടറി കേട്ടോ. ചിത്തരഞ്ജൻ കോച്ച് ഫാക്ടറിയും തമിഴ്നാട്ടിലെ പെരമ്പൂരിലുള്ള കോച്ച് ഫാക്ടറിയും തുടങ്ങിയത് ഈ പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ. പെരമ്പൂരിലുള്ള കോച്ച് ഫാക്ടറിയും തുടങ്ങിയത് ഈ പദ്ധതിയുടെ കാലത്താണ്. രണ്ടാം പദ്ധതിയുടെ അവസാനത്തോടെയാണ് സാങ്കേതിക
വിദ്യാഭ്യാസ രംഗത്തെ അത്യുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള 5 ITIകൾ. അപ്പൊ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് സ്ഥാപിക്കപ്പെട്ട ITIകൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. 5 ITIകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഓക്കെ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശക്തി പകരുന്നതിന് ഒന്നാം പദ്ധതി കാലത്ത് 1953 വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്താണ്? UGC പാർലമെന്റിന്റെ ആക്ടിലൂടെ സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയതും രണ്ടാം പദ്ധതി കാലത്താണ്. ഓക്കെ. അപ്പൊ ഇത് അംഗീകരിച്ച് ഇതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകുന്നത് എന്താണ്? അത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ. അതുപോലെ വേറൊരു കാര്യം എന്താണ്? നമ്മുടെ കൽക്കരി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വടക്ക് കിഴക്ക് മേഖലയിൽ കൂടുതൽ റെയിൽ പാതകൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രമുഖ ഗവേഷണ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിതമായി. 1956 ഇന്ത്യ വ്യവസായിക നയം പ്രഖ്യാപിച്ചു. അപ്പൊ ഇന്ത്യ വ്യവസായിക നയം പ്രഖ്യാപിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ. അപ്പൊ ഇത് മഹ്ലാനോബിസ് മാതൃകയാണ്. 4.27% ഇത് നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്തരഞ്ജൻ കോച്ച് ഫാക്ടറി, പെരമ്പൂർ കോച്ച് ഫാക്ടറി എന്നിവ ആരംഭിച്ചു. 5 ITIകൾ സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അല്ലെ UGCക്ക് അംഗീകാരവും അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയും ലഭിച്ചു. ഇന്ത്യൻ വ്യവസായ നയം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ പ്രമുഖ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിതമായി. ഓക്കെ. അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് മൂന്നാമത്തെ പഞ്ചവത്സരയാണ്. എന്താണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? സ്വയം പര്യാപ്തത സാമ്പത്തിക വ്യവസ്ഥ. സ്വയം പര്യാപ്തത സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ്. കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന നൽകി. എന്തിനാണ്? ആദ്യത്തേത് കൃഷിക്കും രണ്ടാമത്തേത് വ്യവസായവുമാണെങ്കിൽ മൂന്നാമത്തെ പദ്ധതി ലക്ഷ്യമിടുന്നത് കൃഷിക്കും വ്യവസായത്തിനുമാണ് തുല്യ പരിഗണന നൽകുന്നത്. 1961-66 കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതി 5.6% വളർച്ചയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ പല കാരണങ്ങളാലും ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല. കൈവരിച്ച ലക്ഷ്യം 2.4 ആയിരുന്നു. ഓക്കെ. ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ. എന്താണ്? ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലയിൽ സ്ഥാപിക്കുകയും കാർഷിക പുരോഗതിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് ഈ പദ്ധതി കാലത്താണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നതും ഈ പദ്ധതി കാലത്താണ്. അപ്പോ ഹരിത വിപ്ലവം അല്ലെ, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാണ്? അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ. അടുത്തെന്താണ്? അടുത്തെന്ന് പറയുന്നത് ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണം എന്തായിരുന്നു? തുടർന്നുള്ള 3 സാമ്പത്തിക വർഷങ്ങളിൽ രാജ്യത്ത് വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം രാജ്യത്ത്, അതായത് അതിന്റെ ഒരു ഫെയിലിയറിന് ശേഷം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? രാജ്യത്ത് വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഓക്കെ. ഈ കാലഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാൻ ഹോളിഡേ. എന്താണ്? പ്ലാൻ ഹോളിഡേ. അപ്പൊ മൂന്നാമത്തെ പദ്ധതിക്ക് ശേഷം പ്ലാൻ ഹോളിഡേ ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. രൂക്ഷമായ വരൾച്ച, രൂപയുടെ മൂല്യ തകർച്ച എന്നിവയും സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ. അടുത്ത എന്താണ്? അടുത്തെന്ന് പറയുന്നത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയ ശേഷം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് നാലാമത്തത്. എപ്പോഴാണ്? 1969-74 ഗാഡ്ഗിൽ യോജന. എന്താണ്? ഗാഡ്ഗിൽ യോജന എന്നാണ് നാലാമത്തെ പദ്ധതി അറിയപ്പെടുന്നത്. 5.6% വളർച്ച ലക്ഷ്യമിടുകയും 3.3% നേടുകയും ചെയ്തു. സ്ഥിരതയുള്ള നീതിയുക്തമായ വികസനത്തിലുള്ള സ്വയം പര്യാപ്തത കൈവരിക്കലായിരുന്നു പദ്ധതിയുടെ മുഖ്യ ഊന്നൽ. ഈ പദ്ധതി കാലയളവിലാണ് 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എന്നാണ്? നാലാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ പുരോഗതി കാർഷിക മേഖലയിൽ കൈവരിച്ചു. കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും നൽകി. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഇതാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സംഭവിച്ചത്. അപ്പൊ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി എന്താണ്? 1974 മുതൽ 1979 വരെ നടപ്പിലാക്കിയ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നല് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇമ്പോർട്ടന്റ് ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കലായിരുന്നു. 4.4% ലക്ഷ്യമിട്ട വളർച്ചയെ നിരക്കെങ്കിലും 5% വളർച്ചാ നിരക്ക് കേടാനായിട്ട് കഴിഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഗതാഗത തിരക്ക് നേരിടുന്നതിന് നാഷണൽ ഹൈവേ സംവിധാനം കൊണ്ടുവരുന്നത് എന്നാണ്? അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി
പദ്ധതി കാലത്താണ്. നിലവിലുള്ള റോഡുകൾ വികസിപ്പിക്കുകയും ചെയ്തു. വിനോദസഞ്ചാര മേഖലയും പുരോഗതി കൈവരിച്ചു. ഇന്ദിരാഗാന്ധി 20 പരിപാടി നടപ്പിലാക്കിയതും ഗരീബി ഹട്ടാവോ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചതും ഈ പദ്ധതി കാലത്താണ്. 1977 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി സർക്കാർ ഈ പദ്ധതി 1978 മരവിപ്പിക്കുകയും തൽസ്ഥാനത്ത് റോളിംഗ് പ്ലാൻ പദ്ധതി നടപ്പിലാക്കുകയുമാണ് ചെയ്തത് അല്ലെ. റോളിംഗ് പ്ലാൻ നടന്നത് എന്നാണ് 1978-80 റോളിംഗ് പ്ലാൻ പദ്ധതി നടപ്പിലാക്കി. ഓക്കെ, ഗുന്നാർ മിർദാൽ. ഓക്കെ, ഗുന്നാർ മിർദാൽ എന്ന് പറയുന്നത് ആരാണ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഏഷ്യൻ ഡ്രാമ പുസ്തകത്തിലൂടെ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ഗുന്നാർ മിർദാൽ ആണ്. ഓക്കെ, അടുത്തതാണ് 6ാമത്തെ പഞ്ചവത്സര പദ്ധതി. പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 5.2%. അത് ആണെങ്കിലും 5.4% കൈവരിച്ച 6ാമത്തെ പദ്ധതി നടപ്പിലാക്കിയത് 1988-85 തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യലായിരുന്നു ഈ പദ്ധതിയുടെ ഊന്നല്. വില നിയന്ത്രണ സംവിധാനം ഒഴിവാക്കപ്പെട്ടു. ഈ പദ്ധതിക്കാലം നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനമായി വിലയിരുത്തപ്പെട്ടു. സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കാലയളവിൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, റൈസം തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചു. കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നതിനായിട്ട് കൂടുതൽ പ്രാധാന്യം നൽകി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡ് സ്ഥാപിക്കുന്നത് എന്നാണ് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, 7ാമത്തെ പദ്ധതി ഏതാണ്? സ്വതന്ത്ര സമ്പദ്ഘടനയായിട്ട് ഇന്ത്യയെ വളർത്താൻ വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ വ്യവസായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകപ്പെട്ട 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1985-90 മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിലൂടെ വ്യവസായിക ഉൽപാദനം കൂട്ടുക, ഭക്ഷ്യോൽപാദനം കൂട്ടുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയും പദ്ധതിയുടെ മുഖ്യ പരിഗണനയിൽ ഉൾപ്പെട്ടു. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5% ആയിരുന്നെങ്കിലും 6.101% കൈവരിച്ചു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ 8ാമത്തെ പദ്ധതി നോക്കാം. എന്താണ് 8ാമത്തെ പദ്ധതി എന്ന് പറയുന്നത്? കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതികളാണ്. വീണ്ടും വാർഷിക പദ്ധതികൾ അല്ലെ. വാർഷിക പദ്ധതികളാണ് 90 മുതൽ 92 വരെ ഉണ്ടായിരുന്നത്. ഈ കാലയളവിലാണ് പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ, പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിക്കപ്പെട്ടത് 1992-97 കാലയളവിൽ നടപ്പിലാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതി പുത്തൻ സാമ്പത്തിക നയം അഥവാ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ട് ശ്രദ്ധേയമായി. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധിച്ചു. ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങൾ പ്രചാരം കൊടുത്തു. 5.6% വളർച്ച ലക്ഷ്യമിട്ട സ്ഥാനത്ത് 6.78% നേടാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതാണ് 8ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 9ാമത്തെ പദ്ധതി എന്താണ്? സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം ലക്ഷ്യമിട്ട് 1997-2002 കാലയളവിൽ നടപ്പിലാക്കിയ 9ാം പദ്ധതി കൃഷിക്കും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും ഊന്നൽ നൽകി. ആഗോള സാമ്പത്തിക തകർച്ച പദ്ധതിയെ ബാധിച്ചു. 6.5% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടെങ്കിലും 5.4% കൈവരിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വജൽധാര തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. പ്രാഥമിക ആരോഗ്യം, പ്രൈമറി വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, കുടിവെള്ളം, ഭവന നിർമ്മാണം, കുട്ടികൾക്ക് പോഷകാഹാരം, പൊതുവിതരണം, ഗ്രാമങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കൽ എന്നിങ്ങനെ 7 അടിസ്ഥാന സംവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 10ാമത്തെ എന്താണ്? 2002-2007 കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ 8.1 വിജയശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും 7.7% നേടാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഓക്കെ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് സർവശിക്ഷ അഭിയാൻ നടപ്പിലാക്കിയതും ഈ പദ്ധതി കാലത്താണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ തുടങ്ങിയ പദ്ധതികളും നിലവിൽ വന്നു. ഓക്കെ, ഇതെല്ലാം സംഭവിക്കുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാമത്തെ എന്താണ്?
ഓക്കെ, 11ാമത്തെ എന്താണ്? 9% വളർച്ച കൈവരിക്കൂ എന്ന ലക്ഷ്യത്തോടെ 2007-12 കാലയളവിൽ ആരംഭിച്ച 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. ആധാർ പദ്ധതി, ആധാർ, ആം ആദ്മി ബീമ യോജന, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, രാജീവ് ആവാസ് യോജന, സ്വാഭിമാൻ പദ്ധതികൾക്ക് നടപ്പിലാക്കി. 8.2% വളർച്ച നേടി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നതായിരുന്നു പദ്ധതിയുടെ ഊന്നൽ. ഓക്കെ, 12ാമത്തെ എന്താണ്? ത്വരിതഗതിയിലുള്ള വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമാണ് 12ാമത്തെ പദ്ധതിയിൽ. ഓക്കെ, അതിന് ഊന്നൽ ലക്ഷ്യമിടുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ്. 8% പദ്ധതി ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക്. ദാരിദ്ര്യ നിരക്ക് 10% കുറയ്ക്കുക എന്നത് പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ഡീപ്പായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമ്മൾ അത്രയും ഡീപ്പായിട്ടൊക്കെ പോയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു 10th ലെവൽ +2 ലെവലിലൊക്കെ ആണെങ്കിൽ ഇത് മതിയാവും. അല്ലാത്തവര് ജസ്റ്റ് റാങ്ക് ഫയലും കൂടെ ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് SCERT എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. SCERT നമുക്ക് കുറച്ച് പഠിക്കാനുള്ള എളുപ്പത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി 1951-56 കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അല്ലെ. 2ാമത്തെ പദ്ധതി എന്താണ്? 56-61 വ്യവസായിക വികസനം. ഓക്കെ, 3ാമത്തെ പദ്ധതി എന്താണ്? 61-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4ാമത്തെ പദ്ധതി എന്താണ്? 69-74 സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഓക്കെ, 5ാമത്തെ പദ്ധതി എന്താണ്? 74-79 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാമത്തെ പദ്ധതി 980-85 കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാമത്തെ പദ്ധതി 85-90 ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളിൽ വർധനവ്. ഓക്കെ, 8ാമത്തെ പദ്ധതി 92-97 മാനവശേഷി വികസനം. 9ാമത്തെ പദ്ധതി 97-2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഓക്കെ, 10ാമത്തെ പദ്ധതി എന്താണ്? 2002-2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 7-12 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാമത്തെ പദ്ധതി എന്താണ്? 12-17 സുസ്ഥിര വികസനം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് നീതി ആയോഗും അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ, ഹരിത വിപ്ലവം പോലുള്ള കാര്യങ്ങൾ NCERT-നും SCERT-നും ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് മാത്രം പഠിച്ചിട്ട് നിർത്തരുത്. എന്തായാലും NCERT ടെക്സ്റ്റുകൾ വായിക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു ക്ലാസ്സിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എക്കണോമിക്സിന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.